റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബഷീറാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ തോന്നൂർക്കര ജംഗ്ഷനാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ തോന്നൂർക്കര ആശുപത്രി ജംഗ്ഷൻ കേട്ടോ. ഇവിടെ ഒരു ഗവൺമെൻറ് ആശുപത്രിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നും നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഭൂമി ഒരു വീടും കൂടെ 30 സെൻറ്റ് സ്ഥലവും ഒരു വീടും. അതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില വെറും 13.5 ലക്ഷം രൂപ. ലാസ്റ്റ് വിലയാണ്, നെഗോഷ്യബിൾ അല്ല, ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ആശുപത്രി ജംഗ്ഷൻ്റെ ഈ സൈഡിലൂടെ കാണുന്ന റോഡിലൂടെ നേരെ ഒരു 2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടം തുടങ്ങിയിട്ട് ഈ ഭാഗം ഇവിടെ നിന്ന് മുതൽ നമുക്ക് അങ്ങറ്റം വരെ ഏകദേശം ഒരു 35 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അതിനകത്ത് താമസിച്ചുകൊണ്ടിരുന്നൊരു വീടാണ്. ഇപ്പോൾ അതിൽ താമസമില്ലാതായിട്ട് കുറച്ചായി. അപ്പോൾ ആ ആശുപത്രി ജംഗ്ഷൻ്റെ ആ ഭാഗത്ത് നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം ഉള്ളിലോട്ടായിട്ട് അവിടെ തന്നെയാണ് നമുക്ക് ബസ് റൂട്ടും വരുന്നത് കേട്ടോ. അപ്പോൾ ആ ബസ് റൂട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം ഈ കയ്യാല വരെ ഇതുവരയ്ക്കാണ് നമുക്ക് അതിര് വരുന്നത്. അടുത്ത വീടുകളൊക്കെ ഉണ്ട്. അതുപോലത്തെ വണ്ടികളൊക്കെ ആ വീടിന് അവിടെയുള്ള വണ്ടികളാണ്. അപ്പോൾ അതുപോലത്തെ വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യമുള്ള പഞ്ചായത്ത് റോഡ്, നല്ല റോഡ് സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ചേലക്കര ടൗണിലേക്ക്, മെയിൻ ടൗണിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒരു 6 കിലോമീറ്ററാണ് ദൂരം വരുന്നത് കേട്ടോ. 6 കിലോമീറ്റർ ദൂരം. ആ റബ്ബറിൻ്റെ അതുവരയ്ക്ക് നമുക്ക് അതിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സ്ക്വയറായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു, ഈ 30 സെൻറ്റ് സ്ഥലത്തിനും അത്യാവശ്യം നന്നാക്കിയെടുത്താൽ താമസിക്കാൻ പറ്റാവുന്ന ഒരു വീടിനും കൂടെ അതിന് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് വെറും 13.5 ലക്ഷം രൂപയാണ്. അതൊരു ലാസ്റ്റ് വിലയാണ്. ഇതിൽ മരങ്ങളെന്ന് പറയാനായിട്ട് ഒരു 3-4 തേക്ക് മരങ്ങളല്ലാതെ, അതുപോലെ ഒരു 3-4 കവുങ്ങ് കാര്യങ്ങൾ അങ്ങനെയല്ലാതെ വലിയ കാര്യപ്പെട്ടിട്ടുള്ള മരങ്ങളൊന്നുമില്ല. നമുക്ക് വാങ്ങിയാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസായിട്ട് വാങ്ങിയിടാം. അല്ലെങ്കിൽ ഇത് വാങ്ങി നന്നാക്കി, ഈ വീട് നന്നാക്കിയിട്ട് ഇതിൽ താമസിച്ചുകൊണ്ട് തന്നെ കുറച്ച് കന്നുകാലികളെ വളർത്തുന്നതിനും കുറച്ച് ആടുകളെ വളർത്തുന്നതിനും അല്ല കുറച്ച് തെങ്ങും കവുങ്ങും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതിനൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. വെള്ളത്തിനായിട്ട് ഇപ്പോൾ ഈ നിലവിൽ ഇതിനകത്ത് പൈപ്പ് ലൈൻ കണക്ഷനാണ് ഉള്ളത്. പക്ഷേ നമുക്ക് കിണർ കുഴിക്കുകയോ ബോർവെല്ല് അടിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നൊരു ഭാഗമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചേലക്കരയിൽ നിന്ന് നേരെ ആറ്റൂർ വാഴക്കോടൊക്കെ പോകുന്ന മെയിൻ റോഡിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു വരേണ്ടത്. അപ്പോൾ തോന്നൂർക്കര ജംഗ്ഷനിൽ വരിക. ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ തലേ ദിവസമൊക്കെ നിങ്ങളൊന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് വന്ന് അവിടെ എത്തി നിങ്ങളെ കാണിച്ചു തരാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരാം കേട്ടോ. നല്ല കറക്റ്റ് സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു പറമ്പാണ്. വില പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ വളരെ ചെറിയ വിലയെ പറഞ്ഞിട്ടുള്ളൂ, വെറും 13.5 ലക്ഷം രൂപ മാത്രം. അതൊരു അർജൻറ്റ് സെയിലായതുകൊണ്ട് മാത്രമാണ് ആ വില പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും നെഗോഷ്യബിൾ അല്ല കേട്ടോ. എന്നോട് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില പറയാനാണ് പറഞ്ഞത് എൻ്റെ ഉടമസ്ഥൻ. നമ്മൾ ലാസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടണം എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് ഈ 13.5 ലക്ഷം രൂപ കിട്ടണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നും ഇനി കുറയുന്നതല്ല. ഇവിടെ ഈ ചുമര് അടിത്തറയൊക്കെ ഇട്ടിട്ട് അതിന് ചുമര് ബാക്കിയുള്ള ഭാഗങ്ങൾ കെട്ടിപ്പൊക്കാനായിട്ട് അതിനെ കണ തിരിച്ച് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ. അവിടെ തന്നെ നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. താമസിച്ചുകൊണ്ടിരുന്നാണ് വീട്ടിൽ, ഇപ്പോൾ കുറച്ചായിട്ട് താമസമില്ല. അപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇനി ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കമ്പനിയൊക്കെ തുടങ്ങണമെങ്കിൽ, ചെറിയ രീതിക്കുള്ള എന്തെങ്കിലുമൊക്കെ കമ്പനിയൊക്കെ തുടങ്ങണമെങ്കിൽ വില കുറഞ്ഞൊരു സ്ഥലം അന്വേഷിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ, ഈ തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെയിൽവേ സ്റ്റേഷനൊക്കെ പറയാനായിട്ട് നമുക്ക് ഈ ഷൊർണൂർ, ഒറ്റപ്പാലം, തൃശ്ശൂർ അങ്ങനെയൊക്കെയാണ്. തൃശ്ശൂർ ടൗണിലേക്കൊക്കെ, പ്രധാന ടൗണിലേക്കൊക്കെ മാക്സിമം ഒരു 15-20 കിലോമീറ്റർ താഴെയായിരിക്കും ദൂരം വരിക കേട്ടോ. അത്രയും മാക്സിമം ദൂരം വരുള്ളൂ. ഇപ്പോൾ വീടിൻ്റെ അകമൊക്കെ കാണുകയാണെങ്കിൽ ഒരു ചെറിയ രീതിക്ക് ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ഒരു ബെഡ്റൂം, അതൊക്കെ തേപ്പൂണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പുറകിലേക്ക് ഇറക്കണമെങ്കിൽ ഒരു അടുക്കളയും ആ കോമൺ ബാത്റൂമും ആ ഒരു വർക്ക് ഏരിയയുടെ ഭാഗവും ഒന്ന് ചുമര് കെട്ടിപ്പൊക്കാനുണ്ട്. വീടിന് വലിയ പഴക്കമില്ല. നിലമൊക്കെ സിമെൻറ്റ് കൊണ്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ചുമര് ഭാഗങ്ങൾക്കൊന്നും വിള്ളലോ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല അടിത്തറ കെട്ടി നല്ല കെട്ടുറപ്പോട് കൂടെ കെട്ടിയിട്ടുള്ളൊരു വീടാണ്. അതിന് പണി കുറച്ച് ബാക്കിയുണ്ടെന്ന് മാത്രം. ഒരു അർജൻറ്റ് സെയിലായത് കൊണ്ടാണ് ഈ 13.5 ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത്. അതൊരു ലാസ്റ്റ് വിലയാണ്, അതൊന്നും കുറയുന്നതല്ല. ഞാൻ പ്രത്യേകം പറയുന്നു, ഫൈനൽ വിലയാണ് ഈ 13.5 ലക്ഷം രൂപ കേട്ടോ. അങ്ങനെ പുറകിലേക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ എടുക്കുന്ന ഭാഗത്തൊക്കെ ചുമര് കണതിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ചുമര് കെട്ടേണ്ട കാര്യങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ ഈ വീടിനൊരു വിലയില്ല. ഈ 30 സെൻറ്റ് സ്ഥലമാണ് സുഹൃത്തുക്കളെ വെറും 13.5 ലക്ഷം രൂപയ്ക്ക് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ കാണുന്നവർ മുഴുവനും
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കുറേ ദൂരമൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല ക്ലിയർ വീഡിയോ എടുത്ത് ഒന്ന് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല രീതിക്കുള്ള സിമെൻറ്റ് കട്ട കൊണ്ട് തന്നെ പണിതിട്ടുള്ള നല്ലൊരു വീടാണ്. അപ്പോൾ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം.